നമസ്തേ. ഇനി ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 77-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് സൗഭത്തെ നശിപ്പിച്ച് ഭഗവാൻ സാല്വനെ വധിക്കുന്നത്. ഹരേ നാരായണ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തസപ്തതിതമോऽധ്യായ. ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീശുക ഉവാച. സതോപസ്പൃശ്യ സലിലം ദംശിതോധൃതകാർമുക നയമാം ദ്യുമദ പാർശ്വം വീരസ്വേത്യാഹ സാരഥിം വിധമന്തം സ്വസൈന്യാനി ദ്യുമന്തം രുക്മിണീസുത പ്രതിഹത്യ പ്രത്യവിധ്യന്നാരാജൈരഷ്ടഭിസ്മയൻ ചതുർഭിശ്ചതുരോ വാഹൻ സൂതമേകേന ചാഹന ദ്വാഭ്യാം ധനുശ്ചകേതും ച ശരേണാന്യേന വൈശിര ഗതസാത്യകി സാമ്പാദ്യ ജഗ്നുഃ സൗഭവതേർബലം പേതുഃ സമുദ്രേ സൗഭേയാ സർവേ സംഛിന്നഗന്ധരാ ഏവം യദൂനാം സാൽവാനാം നിഘ്നതാമിതരേതരം യുദ്ധം തൃണവരാത്രം തദഭൂത് തുമുലമുൽബണം ഇന്ദ്രപ്രസ്ഥം ഗതകൃഷ്ണ ആഹൂതോ ധർമ്മസൂനുനാ രാജസൂയേധ നിർവൃത്തെ ശിശുപാലേത സംസ്ഥിതേ കുരുവൃദ്ധാനനുജ്ഞാപ്യ മുനീംശ്ച സസുതാം പ്രഥാം നിമിത്താന്യതിഘോരാണി പശ്യൻ ദ്വാരവതീം യയൗ ആഹ ചാഹമിഹായാത ആര്യമിശ്രാഭിസംഗത രാജന്യാശ്ചൈദ്യവക്ഷീയാ നൂനം ഹന്യുപുരീം മമ വീക്ഷ്യ തത്കഥനം സ്വാനാം നിരൂപ്യ പുരരക്ഷണം സൗഭം ച സാല്വരാജം ച ദാരുകം പ്രാഹ കേശവ രഥം പ്രാപയ മേ സൂത സാല്വസ്യാന്തികമാശു വൈ സംഭ്രമസ്തേന കർത്തവ്യോ മായാവീ സൗഭരാടയം ഇത്യുക്തശ്ചോദയാമാസാരഥമാസ്തായ ദാരുക വിശന്തം ദദൃശു സർവേ സ്വേ പരേ ചാരുണാനുജം സാല്വശ്ച കൃഷ്ണമാലോക്യ ഹതപ്രായബലേശ്വര പ്രാഹരത്കൃഷ്ണസൂതായ ശക്തിം ഭീമരവാമൃതേ താമാപതന്തിം നഭസി മഹോൽക്കാമി പരംഹസ ഭാസയന്തീം ദിശശൗരി സായകൈ സദദാചിന തം ച ഷോഡശഭിർവിദ്ധ്വാ ബാണൈ സൗഭം ചഖേ ഭ്രമത് അവിധ്യചരസന്തോഹൈ ഖം സൂര്യ ഇവ രശ്മിഭിः സാല്വ ശൗരേസ്തുതോ സവ്യം സശാർംഗം ശാർംഗധന്വന വിഭേദന്യപദധസ്താ ശാർംഗമാസീത്തദദ്ഭുതം ഹാഹാകാരോ മഹാനാസീത് ഭൂതാനാം തത്ര പശ്യതാം വിനദ്യ സൗഭരാടുച്ചൈരിതമാഹ ജനാർദ്ദനം യത്വയാ മൂഢ ന സഖ്യോ ഭ്രാതൃർഭാര്യാ ഹൃദയക്ഷതാം പ്രമത്തഃ സഭാമധ്യേ ത്വയാ വ്യാപാദിതഃ സഖാ തം ത്വാദ്യ നിശിതൈർബാണൈരപരാജിതമാനിനം നയാമ്യ പുനരാവൃത്തിം യദുവിഷ്ഠേർമഹാഗ്രതാം. ശ്രീഭഗവാനുവാച. വൃഥാ ത്വം കഥസേമന്തഃ സപശ്യസ്യന്തികേന്തകം പൗരുഷം ദർശയന്തി സ്മാശൂരാ ന ബഹുഭാഷിണ ഇത്യുക്ത്വാ ഭഗവാൻ സാല്വം ഗദയാ ഭീമവേഗയാ തതാടജത്രൗ സംരബ്ധാ സചകമ്പേവമന്യശ്രേ ഗദായാം സന്നിവൃത്തായാം സാല്വസ്തന്തരധീയതാ തതോ മുഹൂർത്താഗത്യാ പുരുഷശിരസാച്യുതം ദേവക്യാ പ്രഹിതോസ്മീതി നത്വാ പ്രാഹവജോരുദൻ കൃഷ്ണ കൃഷ്ണ മഹാബാഹോ പിതാ തേ പിതൃവത്സലാ ബദ്ധ്വാ വനീതഃ സാല്വേന സൗനികേന യഥാ പശു നിശമ്യ വിപ്രിയം കൃഷ്ണോ മാനുഷീം പ്രകൃതിം ഗത
विमनस्को गृणी स्नेहा बभाषे प्राकृतो यथा कथं राममन् सम्भ्रान्तं जित्वा जयं सुरासुरै साल्वेनाल्पीयसा नीता पिता मे बलवान् विधि इति ब्रुवाणे गोविन्दे सौभराट् प्रत्युपस्थिता वसुदेवमिवानीय कृष्णं चेदमुवाच स एष ते जनिता तातो यदर्थमिह जीवसि वधिष्ये भीक्षतस्ते अमुष्मीश्चेत् पाहि बालिश एवं निर्भल्स्य मायापि खड्गेनानागदुन्दुभे उल्कृत्य शिर आदायाघस्तं सौभं समाविश ततो मुहूर्तं प्रकृता उपप्लुत स्वबोध आस्ते स्वजनानुषङ्गत महानुभावस्तदबुध्यदासुरीं मायां साल्वप्रसृतां मयोदितां न तत्र दूतं न पितुक्कळे परं प्रबुद्ध आजौ समपश्यदच्युत स्वाप्नं यथा चाम्बरचारिणं रिपुं सौभस्तमालोक्य निहन्तुमुद्यता एवं वदन्ति राजर्षैर्षयः केचनान्विता यत्स्ववाजो विरुध्यदा नूनं तेन स्मरन्त्युत क्व शोकमोहौ स्नेहो वा भयं वा यज्ञसम्भवा क्व चाखण्डितविज्ञानज्ञानैश्वर्यस्त्वखण्डिता यत्पादसेवोर्जितयात्मविद्यया इन्वन्द्यनाद्यात्मविपर्ययग्रहं लभन्तात्मीयमनन्दमैश्वरं कुतो नु मोह परमस्य सद्गते तं शस्त्रपूगै प्रहरन्तमोजसा साल्वं शरैः शौरिरमोखविक्रम विद्ध्वाच्छिनद्वर्मधनुःशिरोमणिं सौभं च शत्रोर्गदयारुरोजः तत्कृष्णहस्तेरितया विचूर्णितं पपादतो ये गदया सहस्रथा विसृज्य तद्भूतलमास्थितो गदामुद्यम्य साल्योच्युतमभ्यगाद्रुतम् आधावत सगदं तस्य बाहुं भल्लेन छित्त्वाथरथाङ्गमद्भुतं वधाय साल्वस्य लयार्कसन्निभं बिभ्रद्बभौ सार्क इवोदयाजल जहारतेनैव शिरः सकुण्डलं किरीटयुक्तं पुरुमायिनो हरि वज्रेण वृत्रस्य यथा पुरन्दरो बभूवः हेदिवजस्तदा नृणां तस्मिन् निपतिते पापे सौभे जगतया हते निदुर्दुन्दुभयो राजन् दिवि देवगणेरिता सखी नाम भजितिं कुर्वन् दन्तवक्त्रोरुषाभ्यगाल् श्रीहरे नारायणां हरि ओं तत्सत् श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे सौभवधो नाम सप्तसप्ततमोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द